ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്ന ജെനസിസ് ചാപ്റ്റർ 17 ആണ്. ഉൽപ്പത്തി 17 അധ്യായം. ഉൽപ്പത്തി 17 അധ്യായത്തിൽ ദൈവം ഒരു പുതിയൊരു ഉടമ്പടി, പുതിയൊരു കവണന്റ് ദൈവം അബ്രാമിന് കൊടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അത് മറ്റൊരു കവണന്റും അല്ല, അത് പരിച്ഛേദന എന്ന ഒരു കവണന്റാണ് ദൈവം അവിടെ കൊടുക്കുന്നത്. കാരണം ഇതിനു മുൻപേ പരിച്ഛേദനെ പറ്റി ഒന്നും ദൈവം പറയുന്നില്ല. പക്ഷെ ദൈവം പറയും, ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജാതി അവർക്ക് ഈ പരിച്ഛേദന ചെയ്ത് അവർ സെപ്പറേറ്റ് ആകണം എന്നുള്ള ഒരു കാര്യം അബ്രാമിന് ദൈവം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവം ആ ഒരു കാര്യം ചെയ്യണം എന്നവിടെ നിർബന്ധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ദൈവം ആ ഒരു റൂള് അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ദൈവം അബ്രാമിനെ സാറേയും ദൈവം പ്രോമിസ് ചെയ്യുന്നതായിട്ട് നമ്മുടെ കാണുന്നുണ്ട്. കാരണം ആ ഒരു ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ, ഈ 17th ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ ദൈവം അബ്രാമിൻ്റെയും സാറായുടെയും പേര് മാറ്റിയാണ് ചെയ്യുന്നത്. കാരണം അബ്രാമിൻ്റെ ആദ്യത്തെ പേര് അബ്രാം എന്നുള്ള പേര് അത് ദൈവം മാറ്റി അബ്രഹാം എന്നാക്കുവാനിടയെത്തുന്നു. അബ്രാം എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് മെനി എന്നാണ് പറയുന്നത്. അനേകരുടെ പിതാവ് എന്ന് നമ്മൾക്ക് മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റും, ഫാദർ ഓഫ് മെനി. പക്ഷേ അബ്രഹാം എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത് ഫാദർ ഓഫ് മെനി നേഷൻസ് എന്നാണ് പറയുന്നത്. പല ജാതികളുടെ, പല രാജ്യങ്ങളുടെ, അവരുടെയൊക്കെ പിതാവ്, പല രാജ്യങ്ങളുടെയും പിതാവ്, ഫാദർ ഓഫ് മെനി നേഷൻസ് എന്നുള്ള ആ ഒരു പേര് അർത്ഥമാക്കുന്ന അബ്രഹാം എന്ന പേര് ദൈവം അബ്രഹാമിനെ കൊടുക്കാനിട്ടായിരുന്നു. അതുപോലെ സാറായുടെ പേര്, സാറായി എന്നുള്ള പേര് മാറ്റി സാറ എന്നാക്കി. അതിന്റെ അർത്ഥം സാറായി എന്ന് പറയുന്നത് പ്രിൻസസ് എന്നുള്ള അർത്ഥമാണ്, രാജകുമാരി എന്നുള്ള അർത്ഥമാണ്. പക്ഷെ സാറ എന്ന് പറയുമ്പോൾ അനേകരുടെ രാജകുമാരി എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പോൾ ആ രണ്ട് അർത്ഥത്തിനും വേറെ ഒരു ഡിഫറെന്റ് മീനിങ്, അല്ലെങ്കിൽ നേരത്തെ വലിയൊരു അർത്ഥം അത് കൊടുക്കുവാനായിട്ട് ദൈവം വേണ്ടിയാണ് തീർന്നു. അങ്ങനെ അവരെ അനുഗ്രഹിച്ചതിന് ശേഷമാണ് ഈ സർക്കംസിഷന്റെ ആ ഒരു കാര്യം അവരെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ സർക്കംസിഷന്റെ കാര്യം വരുമ്പോൾ അവിടെ ദൈവം പറഞ്ഞു, 8 ദിവസം തൊട്ട് ആകുമ്പോഴേക്ക് 8 ദിവസം തൊട്ട് അങ്ങോട്ട് 8 ദിവസം ആകുമ്പോൾ തന്നെ സർക്കംസിഷൻ ചെയ്യണം. ജനിക്കുന്ന കുട്ടികൾക്ക് 8 ദിവസം ആകുമ്പോൾ തന്നെ സർക്കംസിഷൻ അല്ലെങ്കിൽ പരിശോധന ചെയ്യണം എന്ന് ദൈവമാണ് പറയുകയാണ് ചെയ്യുന്നത്. അതിനെല്ലാം ദൈവം സ്പെസിഫിക് ആയിട്ട് റൂൾസ് എല്ലാം കൊടുക്കാനിടയെത്തുന്നു. ഫോർസ്കിൻ കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ അങ്ങനെ റൂൾസ് ഒക്കെ ദൈവം അവിടെ അവർക്ക് കൊടുക്കാനായിട്ട് ഇടയായിത്തീർന്നു. അതിലുപരിയായിട്ട് അവരെല്ലാവരെയും അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോഴും അബ്രാമിന് ദൈവം പിന്നെ ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, നിനക്ക് സാറായിക്കും ഒരു മകൻ ജനിക്കും എന്നുള്ള ഒരു പ്രോമിസ് ദൈവം അബ്രാമിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അബ്രാമിന്റെ മനസ്സിലുള്ള ചിന്ത എന്നുള്ളത്, എനിക്ക് നല്ല പ്രായമായി, സാറയ്ക്കും പ്രായം, ഇത് നടക്കുമോ എന്നുള്ള ചിന്തയാണ് ശരിക്കും അബ്രാമിന് ഉണ്ടായിരുന്നത്. കാരണം ഇത് പറയുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അബ്രാമിന് ഏകദേശം 86 വയസ്സായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലാണ്. അപ്പം ശാരീരികമായിട്ടൊക്കെ നോക്കുമ്പോൾ അതിനൊക്കെയുള്ള ചാൻസസ് വളരെ കുറവാണ്. മക്കളുണ്ടാകുന്നുള്ളത് കുറവ് തൊട്ട് ഇമ്പോസിബിൾ എന്ന് പറയും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞങ്ങൾ എൻ്റെ ഒരു പ്രായമായില്ല, ഞങ്ങൾക്ക് എങ്ങനെ മക്കളുണ്ടാവും എന്നുള്ള ചിന്ത അബ്രാമിന് മനസ്സിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇസ്മായിൽ ഞങ്ങളെപ്പം ജീവിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ദൈവം ഒന്നുകൂടെ ക്ലിയർ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇസ്മായിൽ അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി, എനിക്ക് സാറയ്ക്ക് മറ്റൊരു മകനുണ്ടാവും, ആ മകന് ഐസക് എന്ന് പേരിടണം എന്ന് അവിടെ അബ്രാമിനോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവരത് ദൈവം പറഞ്ഞ കമാൻഡ്മെന്റ് അനുസരിക്കുകയാണ് ചെയ്യുന്നത്. അബ്രാമും സർക്കംസൈസ് ചെയ്തു. അതുപോലെ തന്നെ ഇസ്മായിൽ തന്നെ 13ാമത്തെ വയസ്സിൽ ഇതുപോലെ പരിശോധന ഏറ്റു. അതുപോലെ അബ്രാമിന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അവരെല്ലാവരും ഇതുപോലെ സർക്കംസൈസ് ചെയ്തു എന്ന് നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ തനിക്ക് ഈ ഒരു അനുഗ്രഹം കിട്ടി. ഇതൊക്കെ ദൈവം പറഞ്ഞ ശേഷം പിന്നെയും തനിക്ക് ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു.
തനിക്ക് മക്കളെ ലഭിക്കുവാനായിട്ട്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ നമുക്ക് ഉടനെ ആൻസർ കിട്ടിയില്ല. നമ്മൾക്ക് ചിലപ്പോൾ നമുക്ക് അനേക വർഷങ്ങൾ നമുക്ക് അതിനായിട്ട് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ നമ്മളത് കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ കുറച്ച് വർഷം കാത്തിരുന്നതിന് ശേഷം, കുറച്ച് നാൾ കാത്തിരുന്നതിന് ശേഷം നമ്മൾ ക്ഷമ കെട്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാനിൽ പല കാര്യങ്ങൾ ചെയ്യാൻ ഇടയുണ്ട്. കാരണം അബ്രാമിന് സാറായിക്ക് ആ ഒരു അബദ്ധമായിരുന്നു പറ്റിയത്. അവരെ 75 വയസ്സുള്ളപ്പോൾ, അബ്രാമിന് 75 വയസ്സുള്ളപ്പോൾ താൻ അവിടെ നിന്നും താൻ പുറത്ത് യാത്ര ചെയ്യാൻ താൻ അവിടെ നിന്ന് തനിക്ക് 75 വയസ്സായപ്പോഴാണ് തനിക്ക് ആ ഒരു പ്രോമിസ് കിട്ടിയത്. തനിക്കൊരു മകനെ ലഭിക്കും, വലിയ ജാതിയാക്കി മാറ്റും എന്നുള്ളത്. പക്ഷേ താൻ 10 വർഷം താൻ അവിടെ കാത്തിരുന്നു. എന്നിട്ടും തനിക്ക് മക്കളൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ അപ്പോഴാണ് ഹാഗറിലൂടെ മക്കളെ എടുക്കുവാൻ തീരുമാനിക്കുന്നതും പിന്നീട് അതുകൊണ്ട് അനുബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനിടയിൽ തീർന്നു. താൻ ഒരുപക്ഷെ ഒന്ന് കാത്തിരിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഒരുപക്ഷെ സംഭവിക്കില്ലായിരുന്നു. അതാണ് ഡിഫറൻസ്. ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസ് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നുള്ളതിൻ്റെ എക്സാമ്പിൾ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാവശ്യം ദൈവം ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ, എനിക്ക് സാറായിലൂടെ മകൻ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അബ്രാം പിന്നെ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അവർ രണ്ടുപേരും പിന്നീട് അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവർ പിന്നീട് ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് അവരുടെ ഐഡിയ കൊണ്ടുവരുവാനായിട്ട് അവർ തുനിഞ്ഞില്ല. അവരതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് റിവാർഡ് കിട്ടുന്നതായിട്ട് പിന്നീട് നമുക്ക് കാണുന്നുണ്ട്. അവർക്ക് ഐസക് എന്നുള്ളൊരു മകൻ ലഭിക്കാൻ ഇടയായി തീർന്നു. അവർക്ക് ശരിക്കും സാറായി ഞങ്ങൾക്ക് ശരിക്കും ചിരിക്കുവാനായിട്ടുള്ള, സന്തോഷത്തോടെ ചിരിക്കാനായിട്ടുള്ള ഒരവസരം അല്ലെങ്കിൽ അതിന് സാഹചര്യം വന്നത് ഐസക് ജനിച്ചു കഴിഞ്ഞപ്പോഴാണ്. അത് മാത്രമല്ല, അവർ ദൈവം പറഞ്ഞ കമാൻഡ്മെന്റ് പരിച്ഛേദന ഏൽക്കണം എന്നുള്ളതൊക്കെയും അത് പുരുഷന്മാരായിട്ടുള്ളവരൊക്കെയും അനുസരിക്കുവാനായിട്ട് ഇടയാക്കുക. അപ്പോൾ ദൈവം നമ്മുടെ കാര്യം പറയുമ്പോൾ അത് നമ്മൾ അനുസരിക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ അനുസരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് അനുസരിക്കാതിരിക്കാൻ നമുക്ക് പല കാര്യങ്ങളും പറ്റുമായിരിക്കും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അനുസരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവരുടെ ജീവിതം നോക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടായി. ആ തെറ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അവർക്കൊണ്ട തെറ്റ് നമ്മുടെ ദിവസം ചെയ്യാതിരിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് നമ്മുടെ പ്ലാൻ ഒരിക്കലും കൊണ്ടുവരാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ അവർ ക്ഷമയുടെ കാത്തിരുന്ന പോലെ ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നമ്മൾ നിറവേറുവാനായിട്ട് നമുക്കും കാത്തിരിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൽ